ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ആൻ്റപ്പനാണെങ്കിൽ ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഗോവർദ്ധനൻ നിൽപ്പുണ്ട്. അപ്പം ഗോവർദ്ധനൻ ചോദിച്ചായിരുന്നു എന്തായി അകത്തെ കാര്യങ്ങളൊന്ന് പോയി തിരക്കാമോ എന്ന്. അപ്പോൾ ഏതായാലും നമ്മുടെ ആൻ്റപ്പൻ വന്ന് പറയുകയാണ് അവർ സംസാരിച്ച് കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറേ നേരം വൈകുമെന്നാണ് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ നമ്മുടെ ഗോവർദ്ധൻ എന്തോ പോലെ ആയിപ്പോയി. ഗോവർദ്ധൻ മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പൊ ഇന്നും പോകാൻ പറ്റത്തില്ലല്ലോ എന്ന്. അപ്പം അടുത്തയാൾ വന്നു കേട്ടോ. അടുത്തയാൾ വന്നു നമ്മുടെ പൗലോസ്. അപ്പൊ പൗലോസ് ചോദിച്ചു, അതെ, നിങ്ങളുടെ കൂടെ വന്ന ആ പാർട്ടിയില്ലേ, അയാൾ എന്തോ വലിയ പ്രശ്നം കൊണ്ടാ വന്നിരിക്കുന്നത്. നിങ്ങളുടെ കൂടെ വന്ന ആൾ എന്തോ പറഞ്ഞത് കേട്ടിട്ടാണെന്ന് തോന്നുന്നു. കേണൽ സാർ തീ പിടിച്ച പോലെ അവിടെ നിപ്പുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ഗോവർദ്ധൻ ചോദിച്ചു, അല്ല എന്താ പ്രശ്നം എന്ന് എനിക്കറിയത്തില്ലല്ലോ. അല്ല, ബാലേട്ടന് മാത്രമേ അറിയത്തുള്ളൂ, നിങ്ങൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആൻ്റപ്പൻ പറഞ്ഞു, അതെ ബാ നമുക്ക് പോകാം, നമുക്ക് അവിടെ പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് പൗലോസിനെ വിളിച്ചോട്ട് അകത്തേക്ക് കയറിപ്പോയി. ഗോവർദ്ധനാണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. അപ്പൊ ഇന്നും പോകാൻ പറ്റത്തില്ല. ഇത് എന്താ കോപ്പ് കലി വരുന്നുണ്ട് നമ്മുടെ ഗോവർദ്ധനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടന്നുകൊണ്ടിരിക്കുക. ഗോവർദ്ധന് നേരത്തെ കാലത്ത് ഒന്ന് പോകണമെന്നുണ്ട്. പക്ഷേ നമ്മുടെ ബാലചന്ദ്രൻ ഇറങ്ങി വരാത്തോണ്ട് അതും പറ്റത്തില്ല. ഈ ഒരു സമയത്ത് നമ്മുടെ ഗോവർദ്ധൻ എന്ത് ചെയ്തു, നേരെ വിളിക്കുകയാണ് ഗോവർദ്ധന്റെ ഭാര്യനെ. അപ്പൊ ഗോവർദ്ധന്റെ ഭാര്യ ഫോൺ എടുത്തിട്ട്, ഹലോ, ആ എന്താ? അപ്പോഴത്തേക്കും സുലു, അതെ ഞാന് ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഇന്നും വരുന്നില്ലേ? ഇന്നും അവിടെ നിൽക്കുവാണോ? ഓ, ഇന്നത്തെ കാര്യവും സംശയത്തില്ല എന്റെ പൊന്നു മോളെ. ബാലേട്ടന്റെ മീറ്റിംഗ് ഇതുവരെ കഴിഞ്ഞില്ല. ആകെപ്പാടെ പെട്ട് നിൽക്കുക ഞാൻ. അപ്പം എന്നതാ ഉദ്ദേശം? ലേറ്റ് ആയാലും വരുവോ അതോ എവിടെയെങ്കിലും തങ്ങുവോ? അതാ ഞാൻ പറഞ്ഞത് സംശയമാണെന്ന്. വരുമോ ഇല്ലെന്നൊന്നും അറിയില്ല. എന്തിനാണെങ്കിലും ബാലേട്ടൻ വരണമല്ലോ. ബാലേട്ടൻ തീരുമാനം അനുസരിച്ചല്ലേ എനിക്ക് വരാൻ പറ്റത്തുള്ളൂ. എന്തായാലും നോക്കിയിട്ട് പറയും. ബാലേട്ടൻ വരുന്നവരെ ഗോവർദ്ധനേട്ടൻ എന്ത് ചെയ്യും? അതിന് നല്ല ക്ഷീണമുണ്ട് എന്റെ പൊന്നു മോളെ. ഞാൻ കുറച്ചു നേരം വണ്ടി കയറി ഇരുന്ന് ഉറങ്ങാന്ന് തീരുമാനിക്കാം. എന്നാ പിന്നെ കിട്ടുന്ന സമയത്ത് ഉറങ്ങിക്കോ. അവിടുന്ന് പോരുമ്പം വിളിച്ചേക്കണേ. അതെ, കൊച്ചിന് ആഗ്രഹമൊന്നും കൊടുത്തേക്കരുതേ, ഞാൻ വരുമെന്നും പറഞ്ഞ് ചുമ്മാ അവളെ വിഷമിക്കും. ഏയ് ഇല്ലെന്നേ, അത് ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ഗോവർദ്ധന്റെ ഭാര്യ ഫോൺ കട്ട് ചെയ്യുന്നത് കേട്ടോ. ഏതായാലും അവർ തമ്മിലുള്ള ഒരു കോൾ സംഭാഷണത്തിന് മനസ്സിലാവും അവർ തമ്മിലുള്ള കുടുംബ ബന്ധത്തിന്റെ ആഴം കേട്ടോ. ഏതായാലും നമ്മുടെ ബാലചന്ദ്രന്റെ പെങ്ങൾക്കെങ്കിലും ഇതുപോലെ നല്ലൊരു ഭർത്താവിനെങ്കിലും നല്ലൊരു ഭാര്യനെയും കിട്ടിയില്ല. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ബാലചന്ദ്രൻ ഇറങ്ങി വരികയാണ്. ഈ സമയത്ത് ഗോവർദ്ധന ഭയങ്കര ഉറക്കമാണ്. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ വന്നൊന്ന് ഡോറിൽ ഇങ്ങനെ കൊട്ടുമ്പോഴത്തേക്കും ഡോറ് തുറക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ഗോവർദ്ധൻ ചോദിക്കുക, അല്ല വന്ന കാര്യം നടന്നോ? വന്ന കാര്യം നടന്നു. അല്ല, ഇത്രയും വലിയൊരു ബംഗ്ലാവിലേക്ക് വരേണ്ട എന്താ ആവശ്യമായിരുന്നു? ഇത് മറ്റേ പണ്ടത്തെ ബ്രിട്ടീഷുകാരില്ലേ സായിപ്പന്മാര്, അവരുടെ ബംഗ്ലാവ് പോലെ ഉണ്ടല്ലോ എന്ന്. ഏതായാലും കാർ എടുക്കണം, നമുക്ക് പോകാന്ന് പറയാ ബാലചന്ദ്രൻ. അപ്പം ഗോവർദ്ധനും കാർ എടുത്തോണ്ടങ്ങ് പോവുകയാണ്. ഇതെല്ലാം എഴുത്ത നിലയിൽ നിന്ന് നമ്മളുടെ സ്റ്റാൻലി കാണുന്നുണ്ട് കേട്ടോ. സ്റ്റാൻലി ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. സ്റ്റാൻലിയുടെ മനസ്സിലിട്ട് തീ ഉണ്ടല്ലോ, ആ കോരിയിട്ടേക്കുന്ന തീ കിടന്ന് ഇനി കത്തിക്കോളും. ഇനി കത്തി 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 അത് പുകഞ്ഞ് എരിയും. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അങ്ങനെ മലയും താണ്ടി പുഴയും താണ്ടി പോവുകയാണ് നമ്മുടെ ബാലചന്ദ്രൻ നേരെ നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക്. അങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്ന നമ്മുടെ ഗോവർദ്ധനെ കാണിക്കുന്നു. ബാലചന്ദ്രൻ കിടന്ന് ഉറങ്ങുന്നു. അങ്ങനെ ഗോവർദ്ധനൻ ചോദിക്കുകയാണ്, അതേ ബാലേട്ടാ, എവിടെയെങ്കിലും നമ്മൾ ഇനി പോകാനുണ്ടോന്ന്. അപ്പം ബാലചന്ദ്രൻ ഉറങ്ങുമല്ല, മയങ്ങാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, ഇനിയിപ്പം പോകാൻ സ്ഥലമൊന്നുമില്ല, പക്ഷെ നമുക്ക് പുനലൂര് വല്ലതും പോയി മുറി എടുക്കാം, എന്നിട്ട് നമുക്ക് റെസ്റ്റ് എടുത്തിട്ട് പോകാന്ന് പറയുമ്പോഴത്തേക്കും ഗോവർദ്ധൻ പറഞ്ഞു, എനിക്ക് ക്ഷീണമൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇന്ന് പാലാക്കി പോകുന്നില്ലെന്നാണോ പറയുന്നത്? എന്റെ പൊന്നു, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ക്ഷീണമില്ലെന്ന്. അത് പിന്നെ ഈ രാത്രി നമ്മൾ അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഇനി എന്തെങ്കിലും ചെയ്യാൻ പോകുന്നുണ്ടോ ഗോവർദ്ധന? ഇല്ലല്ലോ. അത് പിന്നെ ബാലേട്ടാ, നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്തു വന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ച് വന്ന കാര്യമുണ്ടല്ലോ, ആ കാര്യം നടന്നോ ഇല്ലോ എന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിക്കാം, നമ്മൾ ഉദ്ദേശിച്ച് വന്ന കാര്യം നടന്നോ? അപ്പൊ ബാലചന്ദ്രൻ ചോദിച്ചു, അല്ല നമ്മൾ എന്താ ഉദ്ദേശിച്ചത്? അല്ല, അലീനയെ എവിടെയെങ്കിലും എത്തിക്കുന്ന കാര്യം. അത് മിക്കവാറും നടക്കുന്നു തന്നെയാ എനിക്ക് തോന്നുന്നത്. അല്ല, അലീനെ എവിടെ ഏൽപ്പിക്കുന്നത്? നീലഗിരിയിലോ അതോ കൊളുത്തുപുഴയിലോ? ഇതിലെ ഏത് സ്ഥലത്താണ്? അത് പിന്നെ കൊളുത്തുപുഴക്കാരന്റെ അഡ്രസ്സിൽ തന്ന വണ്ടിയാണല്ലോ, അല്ല അഡ്രസ്സ് അറിയാൻ വേണ്ടിയാണല്ലോ നീലഗിരിക്ക് നമ്മൾ പോയത്. പിന്നെ പത്തനാപുരത്ത് വന്നപ്പോഴാണല്ലോ കൊളുത്തുപുഴക്കാരന്റെ അഡ്രസ്സ് കിട്ടിയത്. അപ്പോഴത്തേക്കും ഗോവർദ്ധന് കലി വരുന്നു കേട്ടോ. ഇത് എന്നാ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല.
അപ്പൊ ഗോവർദ്ധൻ ചോദിച്ചു, ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണോ? എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ഇതൊക്കെ പരസ്പരം കണക്റ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ കണക്റ്റഡ് ആണ്. അല്ല, നമ്മുടെ സ്വന്തോ ബന്ധോ മറ്റോ ആണോ ഇവരൊക്കെ? സ്വന്തോ ഇല്ല, ബന്ധോ ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല ഗോവർദ്ധന. ആലോചിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ട്, ഇവരൊക്കെ എന്റെ ശത്രുക്കളായിട്ട് വരും. അപ്പൊ പിന്നെ എന്നാത്തിനാ നമ്മള് അലീനയെ അവരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത്? ഇതൊക്കെ എന്റെ ഗതികേടാണ്, ഗതികേട്, തലയിലെഴുത്ത് എന്ന് പറയും. അതെനിക്കും തോന്നുന്നുണ്ട്. ബാലേട്ടന്റെ ആരും അല്ലാത്തൊരു പെൺകുച്ചിനെ സംരക്ഷിക്കാൻ വേണ്ടി എന്തിനാ ബാലചന്ദ്രൻ, അതായത് ബാലൻ ഇത്ര ഓട്ടമൊക്കെ ഓടുന്നതെന്ന് ഗോവർദ്ധനൻ ചോദിക്കുകയാണ്. അപ്പൊ വീണ്ടും നമ്മുടെ ഗോവർദ്ധനോട് പറയാനുള്ളത് ബാലചന്ദ്രന് വേറൊന്നുമല്ല. ബാലചന്ദ്രൻ പറഞ്ഞല്ലോ ഇതെല്ലാം കണക്റ്റഡ് ആണ്, കണക്റ്റഡ് ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ നമ്മുടെ ബാലചന്ദ്രൻ വണ്ടിക്കകത്തെ. അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നെടുമ്പുരക്കൽ വീടാണ്. അവിടെ കിച്ചണിൽ ഭയങ്കര പണിയാണ്. ബബിതയും കൃഷ്ണമോളും അലീനയും കൂടെ ചേർന്ന് എന്തൊക്കെയോ പണി ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ രോഹിത് കിച്ചണിലേക്ക് കയറി വന്നു. രോഹിത് കിച്ചണിലേക്ക് കയറി വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നിട്ട് അതും ഇതുമൊക്കെ എന്താണ്ടൊക്കെ ഇങ്ങനെ പൊക്കിയും പിറക്കിയൊക്കെ നോക്കുന്നു. പിന്നെ ഫ്രിഡ്ജിനകത്തുനിന്ന് ഒരു ബോട്ടിൽ എടുക്കുന്നു. എന്നിട്ട് പറഞ്ഞു, അല്ല അച്ഛന് ഇതുവരെ വന്നില്ലല്ലോ, ഇന്ന് വരുന്നല്ലേ പറഞ്ഞത്? അതെ അതെ, അച്ഛൻ ഇന്ന് വരുന്ന പറഞ്ഞത്. പക്ഷേ ശരിയാണല്ലോ രോഹിതേട്ടൻ പറഞ്ഞു, അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ എന്ന് കൃഷ്ണമോള്. അപ്പൊ അലീന പറഞ്ഞു, ശരിയാണല്ലോ, അതെ ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇന്ന എന്റെ ഫോണ് തരാം, എന്റെ ഫോണിൽ നിന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബബിത പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞല്ലായിരുന്നു വാഗമണ്ണ് പോകാന്ന്. അപ്പോഴല്ലേ എല്ലാരും പറഞ്ഞത് അച്ഛൻ വരും അതുകൊണ്ട് പോകണ്ടെന്ന്. അത് ശരിയാണല്ലോ, അച്ഛൻ വരില്ലേ, അതുകൊണ്ടാണല്ലോ പോകണ്ടെന്ന് പറഞ്ഞത്. അത് ശരിയാണ് എന്ന് ബബിത പറഞ്ഞു. അപ്പോഴത്തേക്കും കൃഷ്ണമോള് ഫോൺ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ബബിത ചേച്ചി, അത് തന്നെയാ ശരി, അലീന ചേച്ചി പറഞ്ഞത് തന്നെയാ ശരി. അതെ, നീ കൂടുതൽ വാചകം അടിക്കാതെ അച്ഛനെ വിളിക്കാൻ. അത് ഞാൻ വിളിച്ചോണ്ടിരിക്കുകയാണേ, ഫോൺ എടുക്കണ്ടേ എന്ന് ഇങ്ങനെ നമ്മുടെ ബബിത പറയുന്നുണ്ട്. അപ്പം ഈ സമയത്ത് ബാലചന്ദ്രൻ മയങ്ങിപ്പോയി. ബെല്ലടിക്കുന്നു, ഒച്ച കേട്ടതും നേരെ ഗോവർദ്ധനും പാലേട്ട അതെ ഫോൺ ബെല്ലടിക്കുന്നു, അലീനയാണെന്ന് തോന്നുന്നു, എടുക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ ബാലചന്ദ്രന്റെ ഫോൺ എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫോൺ എടുത്തു. ഹലോ, എന്താ മോളെ അലീന എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അലീന മോളല്ല. ഓഹോ, ഇതെന്റെ പുന്നാര മോളായിരുന്നോ? അതൊക്കെ തന്നെ. അതെ, അച്ഛൻ ഇന്ന് വരൂ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ കാണാത്തോണ്ടാ ഞാൻ വിളിച്ചത്. ഓ, അതായിരുന്നോ? ഞങ്ങള് തിരിച്ചു. മീറ്റിംഗ് ഇച്ചിരി നീണ്ടുപോയി പ്രതീക്ഷിച്ചതിനേക്കാളും. അല്ല, അപ്പം ഇന്ന് വരുമോ അച്ഛൻ? അപ്പോഴത്തേക്ക് നമ്മുടെ അലീന ഇങ്ങ് തരാൻ പറഞ്ഞു. അങ്ങനെ അലീന മേടിക്കുകയാണ് ഫോൺ. അങ്ങനെ അലീന മേടിച്ചിട്ട്, അതെ അച്ഛ എവിടെ എത്തി എന്ന് ചോദിച്ചാല് എവിടെ എത്തിയിടോ ഗോവർദ്ധന, എവിടെ എത്തിയത് അലീന ചോദിക്കുന്നു എന്ന്. അപ്പോഴത്തേക്ക് ഗോവർദ്ധൻ പറഞ്ഞു, എനിക്ക് തോന്നുന്നത് നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ കയറിയെന്ന, അതോ ഇനിയിപ്പം ആലപ്പുഴയിലാണോ? അപ്പോഴത്തേക്ക് നമ്മുടെ ബാലചന്ദ്രൻ ബെസ്റ്റ്, കണ്ണടച്ചിരുന്ന എന്നോടാണോ താനീ ചോദിക്കുന്നത്? എന്റെ പൊന്നുമോളെ, എവിടെ എത്തിയിട്ടില്ല, ഞങ്ങൾ കുറച്ച് വൈകി. അല്ല, അച്ഛൻ എന്തായാലും ഇവിടെ വന്നിട്ടല്ലേ കഴിക്കത്തുള്ളൂ? ഞങ്ങൾ വഴിയിൽ നിന്ന് കഴിച്ചിട്ടേ വരത്തുള്ളൂ. ഈ ഗോവർദ്ധനൻ അതുവരെ പിടിച്ച് നിൽക്കുമെന്ന് തോന്നുന്നില്ല. അല്ല, ഗേറ്റ് അടയ്ക്കണോ? ഇന്ന് തന്നെ വരത്തില്ലേ അച്ഛൻ? വരൂന്ന് തോന്നുന്നു. എനിക്ക് ചെറുതായിട്ട് ശരീരവേദനയുണ്ടേ, അതുകൊണ്ട് ഭയങ്കര ഒരു ക്ഷീണം. എന്നാ പിന്നെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ട് റെസ്റ്റ് എടുത്തിട്ട് വന്നാൽ മതി. ആലോചിക്കാവുന്ന കാര്യ. നിങ്ങൾ ഏതായാലും കിടന്നോ. ഞങ്ങൾ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ഞാനൊരു മെസ്സേജ് അങ്ങ് ഇട്ടേക്കാം. എന്നാ പിന്നെ ശരി മോളെ, നീ വെച്ചോ, കഴിച്ചിട്ട് കിടക്കണം കേട്ടോ പിള്ളേരെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബാലചന്ദ്രന്റെ ഫോൺ കട്ട് ചെയ്തു. അലീനയും ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പോഴാണ് രോഹിത് ചോദിച്ചു, അപ്പൊ അച്ഛനൊന്നും വരത്തില്ലേ? വരാനും വരാതിരിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോഴത്തേക്കും ബബിത, ഇതെന്താ മഴയോ? വരാനും വരാതിരിക്കാനും ചാൻസ് ഉണ്ടെന്ന് പറയാന്? അതിനെ അമ്മയല്ല അച്ഛൻ. ചിലപ്പം ഇടി വരും, പെരുമഴ വരും. അത് അമ്മ എന്ന് പറയുമ്പോഴത്തേക്കും അലീന പറഞ്ഞു, ഇവിടെ നിന്ന് ചിലക്കാതെ ഒരു കാര്യം ചെയ്യേ, എല്ലാവരും പോയി കിടക്കാൻ നോക്ക്, ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ കൃഷ്ണമോള് പറഞ്ഞത് പ്രിൻസിപ്പാൾ പറയുന്നത് കേട്ടില്ലേ? പ്രിൻസിപ്പാൾ പറഞ്ഞ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, അതുകൊണ്ട് എല്ലാവരും പോയി കിടന്നു എന്ന് പറഞ്ഞ് നേരെ നമ്മുടെ കൃഷ്ണയും രോഹിത്തും ബബിതയും എല്ലാവരും കൂടെ പോയി കിടക്കാൻ വേണ്ടി തുടങ്ങുന്നു. അങ്ങനെ നമ്മുടെ അലീനയും കിച്ചടിന്ന് ലൈറ്റ് അണിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി കേട്ടോ. ഈ സമയത്ത് നേരെ ബാലചന്ദ്രനും ഗോവർദ്ധനും ഒരു ഹോട്ടലിൽ ചെല്ലാണ് റൂം എടുക്കാനായിട്ട് കേട്ടോ. അപ്പം ഭയങ്കര ടയേർഡാണ്. അപ്പൊ രണ്ടുപേരും കൂടെ ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് തിരിച്ച് നമ്മുടെ നെടുമ്പുരക്കിലേക്ക് പോകാൻ നോർത്തിട്ടാന്ന് ഒന്ന് നേരെ ഹോട്ടലിൽ പോയി റൂം എടുക്കാം. ഏതായാലും ഹോട്ടലിന്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്നപ്പോഴത്തേക്ക് ഗോവർദ്ധനാണെങ്കിൽ ബാലചന്ദ്രന്റെ ഈ ഓട്ടവും ചാട്ടവും പാച്ചിലൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല. ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയത് ബാലേട്ടൻ ഈ ഓട്ടപ്പാച്ചിൽ കേട്ട് ചോദിക്കാതിരിക്കാൻ പറ്റണില്ല. ബാലേട്ടൻ എന്താ സംഭവിച്ചത്? ബാലേട്ടൻ എന്തിനാ ഇങ്ങനെ കിടന്ന് ഓടുന്നത്?
ഉം താൻ ചോദിക്കടോ, ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കുക. അത് പിന്നെ അലീനയ്ക്ക് വേണ്ടി ഇങ്ങനെ ഓടി നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതിനുള്ള യാതൊരു ബന്ധമോ സ്വന്തമോ ഒന്നും നിങ്ങൾ തമ്മിലില്ല. ഉം അവൾ ഈ കുടുംബത്തിന് വേണ്ടി ഓടിയ ഓട്ടത്തിന്റെ 10-1 പോലും ഞാൻ ഓടിയിട്ടില്ല ഗോവർദ്ധന. അത് നിനക്കറിയാലോ. അവക്ക് വേണ്ടി ഞാൻ ഈ ഓട്ടമെങ്കിലും ഒന്ന് പൂർത്തിയാക്കണ്ടേ, ഇതെങ്കിലും ചെയ്ത് കൊടുക്കണ്ടേ എന്ന്. അപ്പൊ ഗോവർദ്ധൻ ഒന്നും പറയാനില്ല കേട്ടോ. അപ്പൊ ബാലചന്ദ്രൻ പറഞ്ഞു, ദേ എന്നിട്ട് വേണം എനിക്ക് വൈജോടുള്ള പ്രശ്നങ്ങളൊക്കെ അങ്ങ് തീർക്കാൻ. അല്ല, അപ്പം പ്രശ്നം തീരുമോ വൈജയോടുള്ള പ്രശ്നമൊക്കെ? തീരും, എല്ലാം തീരും. എല്ലാ കാര്യത്തിനും ഒരു തീരുമാനമാകും. അല്ല, ബാലേട്ടൻ എന്താ ഈ പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. താൻ എന്റെ വിശ്വസ്തനായിട്ട് കൂടെ കൂടിയിട്ട് കുറച്ചുനാൾ ആയില്ലേ ഗോവർദ്ധന? ആയി. തന്നോടോ സുലോചനയോടോ പറയാത്ത എന്തെങ്കിലും കാര്യം എന്റെ ജീവിതത്തിലുണ്ടോ? അലീന വരുന്നത് വരെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതിനുശേഷം കുറച്ച് കാര്യം ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ല. അപ്പം എന്ത് കാര്യമാ എന്നോട് ബാലേട്ടൻ പറയാത്തത്? ദേ ഞാൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാല് അത് കേട്ടോണം. പിന്നെ ഇങ്ങോട്ട് ചോദ്യമൊന്നും ചോദിക്കരുത്. പിന്നെ സുലോചനയോട് പോലും ഈ കാര്യം പറയരുതെന്ന്. അപ്പോഴത്തേക്കും ഗോവർദ്ധൻ പറഞ്ഞോ, ഞാൻ ആരോടും പറയില്ല. ഇത് കേട്ട് കഴിഞ്ഞാലേ തന്റെ സമാധാനം മുഴുവൻ പോകും. പക്ഷേ ഞാൻ ഈ പറയുന്നത് ഗോവർദ്ധന് കേട്ട് കഴിയുമ്പോൾ തന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും കിട്ടും. എന്താ ഞാൻ പറയുന്നത് കേൾക്കണം? ബാലേട്ടൻ പറ, എനിക്ക് കേൾക്കണം, എനിക്ക് കേട്ടേ പറ്റൂ. ഓ, അപ്പൊ തനിക്ക് കേൾക്കണം. അപ്പൊ തനിക്ക് തന്റെ സമാധാനം പോകുന്നത് കുഴപ്പമില്ലെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഞാൻ കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ ഗോവർദ്ധൻ പറഞ്ഞു, ഇങ്ങനെ ശ്വാസം മുട്ടി നടക്കുന്നതിലും ഭേദമാണല്ലോ മനസമാധാനം പോവാണെങ്കിലും അറിയുന്നത്. ഓഹോ, അപ്പൊ ചൊറിയാത്ത പിള്ള. വേണ്ട വേണ്ട ബാലേട്ട, ചൊറിയുമ്പം അറിയുന്നല്ലേ, എനിക്ക് മനസ്സിലായി. ആ ചൊറിയെ ഞാൻ അങ്ങ് സഹിച്ചോളാം. പിന്നല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? ബാലേട്ടൻ കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്നു പറ. ഞാൻ ഒത്തിരി നാളായി ബാലേട്ടനെ കാണാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇങ്ങനെ ഒരു ബാലേട്ടനെ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായതേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കറിയണം എന്റെ ബാലേട്ടൻ എന്താ പറ്റിയതെന്ന്. പറ, എനിക്ക് കേൾക്കണം. അപ്പൊ നമ്മുടെ ബാലൻ പറഞ്ഞു, ഇവിടെ നിന്ന് പറയണോ അതോ റൂമിനകത്ത് ചെന്നിട്ട് പറഞ്ഞാൽ മതിയോ? അത് പിന്നെ ബാലേട്ട, റൂമിനകത്ത് ചെന്നിട്ട് പറഞ്ഞാൽ മതിയെന്ന്. ഏതായാലും ഇവർ രണ്ടുപേരും കൂടെ റൂം എടുത്തു. ഏതായാലും ഫ്രഷ് ഒക്കെ ആയിട്ട് പിന്നെ ബാലചന്ദ്രനും ഗോവർദ്ധനും കൂടെ നിൽക്കുന്ന ഒരു സീനാ കാണിക്കുന്നത്. ഈ സമയത്ത് ഗോവർദ്ധൻ ചോദിക്കുമല്ല, ബാലേട്ടൻ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. പറയാം. ഈ രഹസ്യങ്ങളെ ഭയങ്കര ഭാരമാ. അത് ചുമന്നുകൊണ്ട് നടക്കാൻ ഭയങ്കര പ്രയാസമാ. അതാണ് എന്തെങ്കിലും രഹസ്യങ്ങൾ ഭൂരിപക്ഷം ആൾക്കാരും മനുഷ്യരോട് അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയാനൊക്കെ ശ്രമിക്കുന്നത്. അത് പിന്നെ ഞാന് ബാലേട്ടനിൽ നിന്ന് ഒരു രഹസ്യവും മറച്ചു വെച്ചിട്ടില്ല. ബാലേട്ടൻ പറയുന്ന രഹസ്യം എന്താണ് അത് കേൾക്കാൻ ഞാൻ തയ്യാറുമാണ്. അത് പിന്നെ ഞാൻ കേൾക്കുന്നത് കൊണ്ട് അപമാനമോ വേദനയോ മറ്റെന്തെങ്കിലും നഷ്ടം വരുമെങ്കിൽ ബാലേട്ടൻ അത് എന്നോട് പറയണ്ട. അപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ പറയാം, എനിക്കിനി എന്ത് അപമാനം, എന്ത് വേദന, നഷ്ടങ്ങളുടെ കാര്യം പറയാനുമില്ല. നഷ്ടം മാത്രമേ ഉള്ളൂ. എല്ലാത്തിന്റെ പീക്ക് പോയിന്റില ഞാനിപ്പം. കൂടുതലായിട്ട് ഒന്നും സംഭവിക്കാനില്ലടോ. ഇനി എന്ത് സംഭവിക്കാനാണ്? എന്താ എന്റെ പൊന്ന് ബാലേട്ട, എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഇത്രയ്ക്ക് ബാലേട്ടന് വിഷമം തോന്നാനുള്ള കാരണം എന്താ? ഞാൻ പറയാതെ തനിക്ക് കിട്ടത്തില്ലടോ. താൻ എത്ര തലമ വെച്ചാലും കിട്ടത്തില്ല. അത് ഞാൻ പറയണം, ഞാൻ പറഞ്ഞാലേ കിട്ടത്തുള്ളൂ. എന്നാ പിന്നെ ബാലേട്ടൻ പറയ. ഞാനിത് പറയാൻ തന്നെ വിചാരിക്കുന്ന ഒറ്റ കാരണം കൊണ്ടാ ഗോവർദ്ധന. അത് പിന്നെ അലീന എന്റെ വീട്ടിൽ നിന്ന് പോവല്ലേ. പിന്നെ ഇനിയിപ്പം എനിക്കൊന്നും പിടിച്ചു വെക്കാനില്ലല്ലോ. അപ്പം നമ്മളിപ്പോ ഒരു വീട്ടിൽ പോയില്ലേ ബാലേട്ട, കുറെ പട്ടികളൊക്കെ ഉള്ള ഒരു വീട്ടില്. ആ വീട്ടിൽ നമ്മൾ പോയില്ലേ? അതാണ് റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫിന്റെ വീട്. അല്ല, ആളെ ബാലേട്ടൻ മാത്രമേ കണ്ടിട്ടുള്ളൂ, എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ബാലേട്ടൻ എങ്ങനെയാ അയാളുമായിട്ട് പരിചയം? എനിക്ക് പരിചയമൊന്നും ഇല്ലായിരുന്നോ ഗോവർദ്ധന. ഞാൻ അയാളുടെ പേര് കേട്ടിട്ട് തന്നെ 6 മാസം പോലും ആയിട്ടില്ല. അതാ എനിക്ക് മനസ്സിലാകാത്തത്. അറിയാത്ത ആളിനെ എന്തിനു തേടിപ്പോയി, എന്തിനു കണ്ടുമുട്ടി? എനിക്കറിയില്ലെങ്കിലും അയാളെ കൊല്ലപ്പള്ളിക്കാർക്ക് നന്നായിട്ട് അറിയാം. ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് വൈജയന്തിക്ക. ഞാൻ എന്താ പറയാനാ ഇതിൽ കൂടുതല്? അവന്റെ അച്ഛൻ കുഞ്ഞിരാമമേനോനില്ലേ, അതുപോലെ അയാൾക്കും അറിയാം. ശിവശങ്കരനും രാജീവനും അതുപോലെ തന്നെ ഗംഗാധരനും ഒക്കെ അറിയായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബാലേട്ട, ഒന്ന് തെളിച്ചു പറ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തെളിച്ചു പറഞ്ഞാലേ ഒരൊറ്റ വാക്കിന് തീരും. അലീനയുടെ അച്ഛനില്ലേ, അച്ഛനാണ് സ്റ്റാൻലി ജോസഫ്. ഇത് കേട്ടതും നമ്മുടെ ഗോവർദ്ധനും ചെറുതായിട്ട് ഞെട്ടി. അപ്പൊ പിന്നെ അടുത്തത് കേൾക്കുമ്പോ ഞെട്ടാതിരിക്കുവോ?
അപ്പം നമ്മുടെ ബാലചന്ദ്രൻ ഗോവർദ്ധൻ തന്നെ നോക്കുക. ഗോവർദ്ധനൻ നിന്നങ്ങോട്ട് വേർക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ഈ സമയം നമ്മുടെ ബാലചന്ദ്രൻ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നടന്നു, ഒന്ന് ഫ്രീ ആകാനാ തോന്നുന്നു. അപ്പൊ ഗോവർദ്ധനൻ അലീനയുടെ അച്ഛൻ എന്താ ബാലേട്ടായി പറയുന്നത്? അലീനയുടെ അച്ഛനെ കാണാനാണോ? ഉഫ്, ഇത്രയും വലിയൊരു സ്റ്റാറ്റസ് ഉള്ള അച്ഛനെ അച്ഛനുണ്ടെങ്കിൽ എന്തിനാ ബാലേട്ടന്റെ വീട്ടിൽ വന്ന് സർവന്റ് ആയിട്ട് ജോലി ചെയ്തത്? അതെന്താ അങ്ങനെ? എനിക്കത് മനസ്സിലാവുന്നില്ല. അത് പിന്നെ അലീനയ്ക്ക് അറിയത്തില്ലല്ലോ സ്റ്റാൻലി ജോസഫ് അവളുടെ അച്ഛനാണെന്ന്. അപ്പൊ അലീനയ്ക്ക് അറിയില്ലേ അവളുടെ അച്ഛൻ സ്റ്റാൻലി ജോസഫ് ആണെന്ന്? സ്വന്തം സ്വന്തം മകൾക്ക് അറിയില്ലെന്നോ? എന്തുവാ ബാലേട്ടായി പറയുന്നത്? അറിയേണ്ടതായിരുന്നു അവള്. പക്ഷെ അവള് കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അലീനയ്ക്ക് അറിയില്ലെന്നോ ഇങ്ങനെ ഒരു അച്ഛനുണ്ടെന്ന്? ഇത് വല്ല അതിശയമായി പോയല്ലോ. അതുമല്ല, അയാൾക്കറിയില്ലേ ഇങ്ങനെ ഒരു മകളുണ്ടെന്ന്? ഇല്ല, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല ഒരു അച്ഛനും ഒരു മോളും ഉണ്ടെന്ന്. അപ്പൊ പിന്നെ ഇങ്ങനെ ബാലേട്ടൻ ഇതറിഞ്ഞു? ഗംഗേട്ടന്റെ സ്ഥലത്തെ ക്യാപ്റ്റൻ ആയിരുന്നല്ലോ പണ്ട് സ്റ്റാൻലി. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ കഥകളൊന്നും. അവിടെ ജോലി ചെയ്തോണ്ടിരുന്ന സമയത്ത് അവിടെ പല പല പ്രശ്നങ്ങളും പല പല ബന്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വൈജയന്തി ഗംഗേട്ടന്റെ കൂടെ ആയിരുന്നു എന്നൊരു പറച്ചിൽ കേട്ടിട്ടുണ്ടല്ലോ. 2 വർഷം എങ്ങാണ്ട് ആഗ്രയില് വൈജയന്തി ഗംഗേട്ടന്റെ കൂടെ ആയിരുന്നു. അത് ഗോവർദ്ധൻ അറിയാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അറിയാം, അത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അത് വൈജയന്തി തന്നെ എന്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്, അല്ല ബാലചന്ദ്രന്റെ പെങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ബാലേട്ടന്റെ പെങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പക്ഷേ അവള് പറയാത്ത കുറെ കാര്യങ്ങളും കൂടി ഇതിന്റെ കൂടെ ഉണ്ടടോ എന്ന് നമ്മുടെ ബാലൻ. അങ്ങനെ ബാലചന്ദ്രൻ പറഞ്ഞു അവള് ആഗ്രയിൽ നിന്ന് തിരിച്ചു പോരാൻ നേരം അവിടെ ഈ പറയുന്ന സ്റ്റാൻലി എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ സ്റ്റാൻലി വൈജയ്ക്ക് ഒരു കുഞ്ഞിനെയും കൂടെ കൊടുത്തയച്ചു. എന്താ ബാലേട്ടൻ പറഞ്ഞത്? അത് ആ കുഞ്ഞ് ആരാണെന്ന് അറിയണോ? ആ കുഞ്ഞാണ് നമ്മുടെ അലീന. അയ്യോ, പിന്നെ പറയാനുണ്ടോ ഗോവർദ്ധനൻ? അല്ല, സ്റ്റാൻലി ജോസഫിന്റെ കുഞ്ഞാണെങ്കിൽ അതിന്റെ അമ്മയല്ലേ നോക്കേണ്ടത്? അതെന്തിനാ ചേച്ചിയുടെ കയ്യിൽ കൊടുത്തയച്ചത്? പൊട്ടനാണോ ഗോവർദ്ധനെന്ന് നമുക്ക് തോന്നിപ്പോകും ഈ സമയത്ത്. ബാലചന്ദ്രൻ പറഞ്ഞു ശരിയാ, നീ പറഞ്ഞത് ശരിയാ, സ്വന്തം അമ്മയുടെ കയ്യിൽ കൊടുത്താൽ മതി. അതെ, കുഞ്ഞെ പുറത്തേക്ക് വരുന്നതിന് മുമ്പാണ് നമ്മുടെ വൈജയുടെ കയ്യില് കുഞ്ഞിനെ കൊടുത്തു വിട്ടത്. കുഞ്ഞ് വയറ്റിൽ കിടക്കുമായിരുന്നു. കുഞ്ഞ് വയറ്റിൽ കിടക്കുമായിരുന്നു എന്നതാ ബാലേട്ടാ ഞാൻ ഈ കേൾക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്ക് മനസ്സിലായില്ലല്ലേ? ഒന്നുകൂടെ ആവർത്തിക്കണോ ഞാന്? ആവർത്തിച്ച് പറയണോ ഞാന്? അപ്പം ബാലേട്ടൻ പറഞ്ഞു വരുന്നത് വൈജേച്ചിയുടെ മകളാണോ ഈ അലീന? അതല്ലേ ഞാൻ പറഞ്ഞത്. അപ്പം വൈജേച്ചിക്ക് അറിയത്തില്ലേ അലീന സ്വന്തം മകളാണെന്ന്? ഇല്ല, അതും വലിയ കോമഡി തന്നെയാ. അറിയാമെങ്കിൽ അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുവോ? അവളുടെ ഏറ്റവും വലിയ ശത്രുവാണല്ലോ ഇപ്പം അലീന. അവൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അലീനയോട്. അല്ല, അലീനയ്ക്കറിയാമോ വൈജേച്ചി സ്വന്തം അമ്മയാണെന്ന്? അവക്കറിയാം അവളുടെ സ്വന്തം അമ്മയാണ് വൈജാന്ന്. അതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് അവള് അന്ന് ഓഫ്നേജിൽ നിന്ന് എന്റെ കൂടെ വന്ന് ഇപ്പം നെടുമ്പുരയ്ക്കൽ താമസമാക്കിയിരിക്കുന്നത്. അപ്പം കല്യാണത്തിന് മുമ്പ് ഇതൊന്നും ബാലേട്ടന് അറിയത്തില്ലായിരുന്നു? ഇതൊന്നും ബാലൻ അറിയത്തില്ലായിരുന്നു. ബാലൻ വെറും പൊട്ടൻ. കൊല്ലപ്പള്ളിക്കാരുടെ കൂടെ ചേർന്നേ എന്നെ ചതിച്ചു. ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ വൈജയുടെ കഴുത്തിൽ ഒരു താലിച്ചരട് കെട്ടുന്നു നിനക്ക് തോന്നുന്നുണ്ടോ ഗോവർദ്ധന? ഒരുപാട് വൈകിപ്പോയി, ഒരുപാട് വൈകിപ്പോയി. അലീന വീട്ടിൽ വന്നതിന് ശേഷമാ ഞാൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞത്. 6 മാസം പോലും ആയിട്ടില്ല സത്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ട്. അപ്പം ബാലേട്ടൻ എല്ലാം അറിഞ്ഞെന്ന് വൈജേച്ചിക്ക് അറിയാമോ എന്ന് ഗോവർദ്ധനും ചോദിച്ചു. അപ്പം ബാലൻ പറഞ്ഞു ഇല്ല, അവക്കറിയില്ല. അതല്ലേ എന്റെ ചക്ര ആയുധം, അതല്ലേ ഞാൻ പിടിച്ചു വെച്ചിരിക്കുന്നത്. ഞാന് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ബോംബെന്ന് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, ആ ബോംബും ഒരു ഭൂതത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, ആ ഭൂതവും ഇതൊക്കെ തന്നെയാണ്. എന്റെ പൊന്നു ബാലേട്ട, ഇതൊന്നും എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് പറ്റണില്ല. ഇതൊക്കെ സത്യം തന്നെയാണോ അതോ സ്വപ്നമാണോ ബാലേട്ട? എനിക്കങ്ങ് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന് തോന്നുന്നുണ്ടോ തനിക്ക്? അങ്ങനെ തനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ താൻ ഇതൊന്നും വിശ്വസിക്കണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാലൻ അങ്ങ് പോവുകയാണ് കേട്ടോ. ചങ്ക് പൊട്ടി തന്നെ കേട്ടോ ബാലൻ പോകുന്നു ഇത്രയും പറഞ്ഞിട്ട്. ഗോവർദ്ധൻ ഇങ്ങനെ നിന്ന് ഉരുകയാണ്. അപ്പൊ ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. ടാറ്റ ബൈ ബൈ. വിശേഷമായിട്ട് കാണാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.